ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ ബക്കാഡിയുടെ നീക്കം മുൻപും. കമ്പനി സമീപിച്ചത് 18 വർഷം മുൻപ് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത്. തുടർ നടപടിക്കായി നികുതി സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിടുന്നു. മദ്യനികുതി ഇളവ് പ്രഖ്യാപനത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കെട്ട നയമെന്ന് മുഖപ്രസംഗം. പ്രതിപക്ഷ ആരോപണം ഗൗരവതരം. ആശങ്കകൾ പരിഹരിക്കണമെന്ന് പാണക്കാട് സാധിക്കലി തങ്ങളുടെ ലേഖനവും പത്രത്തിൽ. പിറക്കട്ടെ ലഹരി മുക്ത ഗ്രാമങ്ങളെന്ന് തലക്കെട്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. നിയമനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ച് മേൽശാന്തി ചുമതലയിലെത്താൻ ED പ്രസാദിന് CPMന്റെ സഹായം ഉണ്ടായ എന്നതാണ് പ്രധാന ചോദ്യം. അതിനാരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? ദേവസ്വം അധികൃതരുടെ ഒത്താശ ഉണ്ടായിട്ടുണ്ടോ? പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ശബരിമലയിലെ വൻ കള്ളത്തരം പുറത്തുവിട്ട് ന്യൂസ് 18. നിലവിലെ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നിയമനം കിട്ടാൻ സമർപ്പിച്ചത് ഒന്നിലേറെ വ്യാജരേഖകൾ. ദേവസ്വം ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. രേഖകളുടെ സാധുത ഒത്തുനോക്കാതെ ദേവസ്വം ബോർഡും. ഉടൻ ഇടപെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ആക്ഷേപം പരിശോധിക്കും. പുതിയ മേൽശാന്തിയെ നിയമിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത കാട്ടും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി ഹൈക്കോടതി. ദൈവങ്ങളുടെ പേരിലെ സത്യപ്രതിജ്ഞയ്ക്ക് സാധുതയില്ല. കാപ്പ കേസിൽ ജയിലിലുള്ള സുഗതനടക്കം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. 29-ാം തീയതി കൌൺസിലിൽ സത്യപ്രതിജ്ഞയെന്ന് മേയർ VV രാജേഷ്. അയോഗ്യരായവർ ചേർന്നെടുത്ത കൌൺസിൽ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന് V ശിവൻകുട്ടി. PM ശ്രീയെ ചൊല്ലി നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. പിന്മാറാനാവില്ലെന്ന് പറയാതെ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി. എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാർ. CPI MLA P പ്രസാദിന് മന്ത്രി M ഷംസുദ്ദീന്റെ പരിഹാസം. ഒന്നുറക്കെ കരയാമായിരുന്നില്ലേ എന്ന ചോദ്യം. സർക്കാർ രഹസ്യമായി കരുക്കൾ നീക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മന്ത്രിസഭാ ഉപസമിതി വൈകിട്ട് 4-ന്. വിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. നിയമനം ഈ മാസം 30-ന് ഡോക്ടർ A ജയതിലക് വിരമിക്കുന്ന ഒഴിവിൽ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. ബീഹാർ സ്വദേശിയായ സിൻഹ 1992 ബാച്ച് IAS ഓഫീസർ. പരിഗണിച്ചവരിൽ KR ജ്യോതിലാലും. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ 33-ാം കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹമില്ല. ദുരൂഹത നീങ്ങുന്നു. തുറന്നു പരിശോധിച്ച് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും. കല്ലറയിലുള്ളത് 2006-ലും 2015-ലും സംസ്കരിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രം. വിലങ്ങാട് നിന്ന് കാണാതായ സിജോ എവിടെയെന്ന ചോദ്യം ബാക്കി. കൊച്ചിയിൽ 24-കാരിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ ഗുണ്ടാത്തലവൻ അട്ടാണി അനീഷും കൂട്ടാളിയും അറസ്റ്റിൽ. യുവതി ക്രൂരതയ്ക്കിരയായത് 2 തവണ. പീഡന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. ഭീഷണിപ്പെടുത്തി കഴിഞ്ഞയാഴ്ച വീണ്ടും പീഡിപ്പിച്ചു. അറസ്റ്റിലായ ഫിറോസ് പോക്സോ അടക്കമുള്ള കേസുകളിൽ പ്രതി. ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ലബനനിൽ സംഭവിച്ചത് കോടികളുടെ നാശം. 17,000-ത്തിലേറെ വീടുകൾക്ക് കേടുപാടുകൾ. കെട്ടിടങ്ങൾക്ക് മാത്രം $138 കോടി നാശം. തകർന്നടിഞ്ഞ് അതിർത്തി ഗ്രാമങ്ങൾ. ചരിത്രം കുറിച്ച് കേരളത്തിന് അഭിമാന നിമിഷം. ഉദ്ഘാടനത്തിന് ശേഷം 1000 കപ്പലുകൾ കരയ്ക്കടുക്കുന്ന തുറമുഖമാകാൻ വിഴിഞ്ഞം. ചരിത്ര നിമിഷം ഇന്ന് MSC ലൂസിയാന കരയ്ക്കടുക്കുന്നതോടെ. നേട്ടങ്ങൾ പിന്നിടുമ്പോഴും വിഴിഞ്ഞത്ത് പ്രാദേശിക വികസനം അകലെ എന്ന വിമർശനവും ശക്തം. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതെ താരസംഘടന അമ്മ. ശ്വേതയുടെ ഭരണസമിതി രാജിവെച്ചിട്ടും രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റി കൺവീനറായിട്ടും രക്ഷയില്ല. ഭാരവാഹികളായിരുന്നവരുടെ ഈഗോ ആണ് കാരണമെന്നൊരു വിഭാഗം. അൻസിബയുടെ പരാതി സംഘടനയ്ക്കുള്ളിൽ തീർക്കാതിരുന്നതിലും കടുത്ത വിമർശനം. രാജിവെച്ചിട്ടും വ്യക്തിഹത്യ തുടരുകയാണെന്നും ഫേസ്ബുക്കിലൂടെ ശ്വേത.
ബസ് കാത്തുനിന്ന 3 പേരുടെ ജീവനെടുത്ത കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി വാഹനം പരിശോധിക്കാതെ ഫിറ്റ്നസ് നൽകിയതിന്. ഇന്നും അപകടങ്ങൾ. നെടുമ്പാശ്ശേരിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് മുതലമടയിൽ ട്രാക്ടർ നിയന്ത്രണം വിട്ട് ദേഹത്തേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ട്രംപിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളി ഇറാൻ. ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് തയ്യാറല്ല. ഹോർമുസിൽ നിയന്ത്രണം വിട്ട് നൽകില്ല. മരവിപ്പിച്ച പണം തിരികെ നൽകുന്നത് ഉപയോഗിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ യുഎസിനെ ആശ്രയിക്കുന്നത് നിർത്തണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ ആയുധ ഉൽപാദന ശേഷി വികസിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി. ഇറാനെതിരായ ആക്രമണം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ലെന്നും പ്രഖ്യാപനം. ലോകകപ്പിൽ നോക്കൌട്ട് ഉറപ്പിക്കാൻ ബ്രസീൽ ഇന്ന് സ്കോട്ട്ലൻഡിനെതിരെ. നെയ്മർ തിരിച്ചെത്തും. ഉസ്ബെക്കിസ്ഥാനെ 5-0 തകർത്ത് പോർച്ചുഗൽ. ക്രിസ്ത്യാനോയ്ക്ക് ഡബിൾ. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഘാന. പാനമയ്ക്കെതിരെ ക്രൊയേഷ്യയ്ക്ക് ജയം. ലയണൽ മെസ്സിക്ക് ഇന്ന് 39ാം പിറന്നാൾ.